പഴയ കാലത്ത് മനപ്പാടം കണക്ക് നമുക്ക് മനപ്പാടം കണക്ക് പറയാനാവില്ല. പണ്ട് കാലത്തൊക്കെ മനപ്പാടൊക്കെ സാധിക്കൂല. അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ പഠിച്ചോനും രീതിയിൽ എളുപ്പം പണ്ടത്തെ പോലെ ആവില്ലാന്ന് പറഞ്ഞു. ഇപ്പൊ അല്ല JCB ഇറക്കി, അല്ല കമ്പ്യൂട്ടർ ഇറക്കി, അള്ളാഹു തആല കാൽക്കുലേറ്റർ ഇറക്കി. ഇതൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ ലോൺ നടക്കൂല. കാരണം പണ്ടത്തെ പോലെ 4:28 കാണാൻ പാടാക്കരിപ്പില്ല. ഇപ്പം ഇങ്ങനെ അടിക്കല മാറ്റുന്നത്. ആരോഗ്യം ജനങ്ങൾക്ക് കുറഞ്ഞുകൊണ്ടിരുന്നു. അതിനനുസരിച്ച് തൊട്ടടുത്ത ദേശങ്ങളിലൊക്കെ ജുമാഅ സ്ഥാപിച്ചു. ബഹുമാനപ്പെട്ട മർഹൂം ഉസ്താദ് തന്നെ അടുത്തടുത്ത പ്രദേശങ്ങളിൽ ജുമാഅ സ്ഥാപിച്ചു കൊടുത്തു. ആർക്കും തർക്കമില്ല. വളരെ വളരെ അടുത്ത പ്രദേശങ്ങളിൽ ജുമാഅ സ്ഥാപിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ തിരക്കുണ്ടായില്ല. അല്ലെ നാദാപുരം ജുമാഅത്ത് പള്ളി പണ്ടൊക്കെ വരുന്ന നാട്ടുകാരെല്ലാം കൂടി വരികയാണെങ്കിൽ അങ്ങനത്തെ 100 പള്ളി ഉണ്ടായാൽ മതി. പറയാ അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയി. ജനങ്ങളാണെങ്കിലോ ദിവസം പ്രസവിച്ച് കൂടുകയല്ലേ ചെയ്യുന്നത്. എത്ര മരിച്ചാലും പ്രസവിക്കുന്ന അത്ര മരിക്കില്ല. അപ്പൊ എണ്ണം അങ്ങനെ കൂടുകയാണ്. അങ്ങനെയായി വന്നപ്പോ ബഹുമാനപ്പെട്ട മർഹൂം ഉസ്താദിനോട് ചിലർ പറഞ്ഞു, റമദാൻ മാസത്തിൽ ഒരു നിലക്കും ജുമാഅത്ത് പള്ളിയിൽ ആളെ കൊള്ളുന്നില്ല വെള്ളിയാഴ്ച. അതുകൊണ്ട് എന്താ വേണ്ടത്? ബഹുമാനപ്പെട്ടവർ സമ്മതം കൊടുത്തു. പുത്തൻ പള്ളിയിൽ റമദാനിൽ മാത്രം ഒരു ജുമാഅ തുടങ്ങാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് സത്യമല്ലേ എന്ന് നിഷ്പക്ഷമായി ഈമാനുള്ളവർ ചിന്തിക്കണം. റമദാൻ കഴിഞ്ഞിട്ട് തുടരാൻ ബഹുമാനപ്പെട്ടവരോട് പലരും സമ്മതം ചോദിച്ചു. സമ്മതം കൊടുത്തില്ല. പുത്തമ്പള്ളിയിൽ റമദാനിന് ശേഷം ജുമുഅ തുടരാൻ ജീവിതകാലം ഒരിക്കലും ഉസ്താദ് സമ്മതം കൊടുത്തില്ല. വസ്തുതയല്ലേ ഇത്? സത്യമല്ലേ ഇത്? ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് കഴിഞ്ഞു. പിന്നെയും അതേ നിലവാരം തുടർന്നു. വെള്ളിയാഴ്ച റമദാനിൽ മാത്രം ജുമുഅ പുത്തമ്പള്ളി, മറ്റു സമയത്ത് ഇല്ല. ആ നിലവാരം തുടർന്നുകൊണ്ടിരുന്നു. ഇവിടെ ആർക്കും ഒരഭിപ്രായ വ്യത്യാസവും പ്രകടിപ്പിക്കാൻ വന്നില്ല. അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടല്ല, പ്രകടിപ്പിച്ചില്ല. അഭിപ്രായ വ്യത്യാസം പല വിഷയത്തിലുണ്ട്. ലോകമൊട്ടാകെ മക്ക മദീന മുതൽ ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ ഖുതുബ കേട്ടുകൊണ്ടാണ് ജുമായിൽ പങ്കെടുക്കുന്നത്. നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ ഖുതുബ കേൾക്കാതെയാണ് പങ്കെടുക്കുന്നത്. കുറഞ്ഞ ആളുകൾ വെച്ചിട്ട്. പക്ഷേ അതിന്റെ പേരിലൊന്നും ആരും ഇവിടെ ഒരു ജുമാ സ്ഥാപിച്ചില്ല, ജുമാ തുടങ്ങിയില്ല. മുജാഹിദുകൾ എന്തോ ചെയ്തു, അത് നമ്മൾ പറയണ്ടില്ലല്ലോ. അത് പണ്ടേ നമ്മിൽ നിന്ന് തിരിച്ചു പോയവരാണ്. മക്കയിലും മദീനയിലും 20 ഒക്കെ തറാവിക്കും നാദാപുരത്തിന്റെ മൂലയിൽ 8, മക്കയിലും മദീനയിലും 2 ബാങ്ക് ജുമാ ഇറക്കുമ്പോൾ നാദാപുരത്തിന്റെ ഒരു മൂലയിൽ ഒറ്റ ബാങ്ക്, മക്കയിലും മദീനയിലും എല്ലാ ഭാഷക്കാർക്കും ഒറ്റ ഭാഷയിൽ കൊത്തുപോകുമ്പോ നാദാപുരത്ത് സുബ്ഹാനല്ലാഹ് ഒരു മലയാള ഖുതുബ. അത് നമ്മുടെ മതവുമായി ബന്ധമില്ല, മക്കയുമായി ബന്ധമില്ല, മദീനയുമായി ബന്ധമില്ല, ഇസ്ലാമിന്റെ കേന്ദ്രങ്ങളുമായി മുജാഹിദിന്റെ പള്ളിയും ജുമായും ബന്ധമില്ല. അത് മുസ്ലിമീങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേസമയം സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ, അവർക്ക് പല സംഘടനകളും. സമസ്ത കേരള ജമിയത്ത് ഉലമ എന്ന പേരിൽ 2 സംഘടന. കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ, എങ്ങനെയല്ലേ പേര്? കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ, അങ്ങനെ ഒരു പണ്ഡിത സംഘടന. സുന്നികളുടെ സംഘടനകളാണ്. സുന്നി ആലിമീങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. അതിന്റെ പേരിലൊന്നും സംഘടന വ്യത്യാസം വന്നതുകൊണ്ട് ആലിമീങ്ങളെ ചീത്ത പറയാനോ കുറ്റം പറയാനോ ഗീബത്ത് പറയാനോ തെറി പറയാനോ നിസ്സാരപ്പെടുത്താനോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എല്ലാ ആലിമീങ്ങളെയും ബഹുമാനിക്കണം. ആലിമീങ്ങൾക്കിടയിൽ ചിലപ്പോൾ മസ്അല തർക്കങ്ങളുണ്ടാവും, ശാഖാപരമായ കാര്യങ്ങൾ, അത് അടിസ്ഥാനപരമല്ല. ചിലപ്പോൾ സംഘടനാ തലത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും, അത് ആദർശപരമല്ല. നയപരമായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഒരു സംഘടനയുടെ കീഴിൽ തന്നെ 100 സംഘടനകൾ ഉണ്ടാവും. SYS, SSF, സുന്നി വിദ്യാഭ്യാസ ബോർഡ്, സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ എന്നൊക്കെ പറഞ്ഞ് ഒറ്റ സംഘടനയുടെ കീഴിൽ എത്രയുണ്ട്? കുറേ സംഘടന. അത് വലിയ വിഷയമല്ല. നമ്മുടെ വിഷയം ആഖിറത്തിന് നഷ്ടം വരരുത്, ദുനിയാവ് കളിക്കലല്ല. ചുരുക്കി പറയട്ടെ,
അങ്ങനെ പുത്തമ്പള്ളിയിൽ ജുമയില്ല, റമദാനിൽ മാത്രം. അങ്ങനെ ഇവിടെ നമ്മൾ ഈ ബിൽഡിങ്ങിന് വേണ്ടി തറക്കല്ലിടാൻ ഉള്ളാട്ടങ്ങളെ കൊണ്ടുവന്നു. കാന്തപുരം ഉസ്താദ് വന്നു, ഇവിടെ എല്ലാവരും വന്നു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂഫി സാഹിബർക്കെല്ലാം വന്നു. അദ്ദേഹത്തിനും ഇവിടെ ഇപ്പോൾ അധികാരമേറ്റ പഞ്ചായത്തിനുമൊക്കെ നല്ല വികസനങ്ങൾ നടത്താൻ മറ്റുള്ള പഞ്ചായത്തുകൾക്കും വർക്കമൊന്നും ഒപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഇവിടെ പരിപാടി തറക്കല്ലിടൽ കർമ്മം നടന്നതിന് ശേഷം അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു റമദാൻ കഴിഞ്ഞതിന് ശേഷം തറക്കല്ലിടൽ. റമദാൻ കഴിഞ്ഞതോടുകൂടി പുത്തമ്പള്ളിയിലെ ജുമ നിന്നു. ചൊവ്വാലിൽ പുത്തമ്പള്ളിയിൽ ജുമയില്ല. ഇവിടെ തറക്കല്ലിടലങ്ങ് കഴിഞ്ഞപ്പോ അതാ ദുൽഖഅദിൽ വീണ്ടും ജുമുഅ. മുസ്ലിമീങ്ങൾ ശരിക്കും മനസ്സിലാക്കും. റമദാനിൽ ജുമഅ കഴിഞ്ഞ് പുത്തമ്പള്ളിയിലെ ജുമഅ നിർത്തി. ചൊവ്വാലിൽ ഇവിടെ ഒരു ബിൽഡിങ്ങിന് തറക്കല്ലിട്ടു. ആ ബിൽഡിങ്ങിന്, പള്ളിക്കല്ല, അന്ന് പള്ളി ഉണ്ടാക്കാൻ തീരുമാനമില്ല. ആ ബിൽഡിങ്ങിന് ഒരു തറക്കല്ലിടാൻ ഉള്ളാളങ്ങളൊന്നും നാദാവത്ത് വന്നുപോയി. കാന്തപുരം ഉസ്താദ് നാദാവത്ത് വന്നു. മുമ്പും പലപ്പോഴും വന്നിട്ടുണ്ട്. നാദാവത്ത് വന്നിട്ട് ഈയന ഉസ്താദ് പറയും പോലെ നടന്നാൽ മതി നിങ്ങൾ എന്ന് പറഞ്ഞ ആളാണ് ഉള്ളാളന്തങ്ങൾ. ഉള്ളാളന്തങ്ങളുടെ മോശക്കാരനൊന്നല്ല, അള്ളാനെ പേടിക്കുന്ന നിരവധി കറാമത്തുകൾ കണ്ട ഒരു വലിയ വലിയ അള്ളാഹുവിലേക്ക് ദീർഘായുസ് മാറ്റി കൊടുക്കട്ടെ. ഞങ്ങളല്ലാതെ അത്തരം ഒരു വിഷയത്തിൽ പറയാൻ ഇന്ന് നമുക്ക് ആരാ ഉള്ളത്? ഇങ്ങനെ ഉസ്താദുണ്ടോ? രംഗത്ത് ഉസ്താദുണ്ടോ? നമ്മുടെ പഴയ അരിനീങ്ങളുടെ കൂട്ടത്തിൽ ഒട്ടുമല ഉസ്താദുണ്ടോ? കാങ്ങാട്ട് ഉസ്താദുണ്ടോ? കനാരൻ ഉസ്താദുണ്ടോ? ഉള്ളാളന്തങ്ങളെ പോലെ ഒരു പ്രായമുള്ള ഒരു വിഷയം വരുമ്പോൾ കരഞ്ഞു പറയാൻ, സങ്കടം പറയാൻ പറ്റുന്ന ഒരാളാരാ ഉള്ളത്? ഈ ചാലപ്പുറത്ത് ഇന്നാൾ വെള്ളം കയറി, എല്ലാവരും കയറി. ചാലപ്പുറത്ത് വെള്ളം കയറി നോക്കുമ്പോഴേക്ക് പ്രശ്നം. കാരണം എന്താ, അവിടെ നമ്മളൊരു സ്കൂൾ ഉണ്ടല്ലോ. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഭയങ്കര പ്രശ്നം. ഇപ്പൊ കീറൂന്ന് പറയും. നമ്മളെ സ്ഥലത്തിന്റെ മധ്യത്തിലൂടെ അത് തോടെ കീറൂന്ന്. അവനൊന്നും ചെയ്യല്ല, ഞങ്ങൾ എന്തോ ചെയ്തോട്ടെ, ഒന്നും ചെയ്യല്ല, നിങ്ങളൊക്കെ എനിക്ക് വെള്ളം തരേണ്ടവരാണെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ വിനയത്തോടെ സംസാരിച്ചു. പക്ഷേ തഹസിൽദാർ വന്നിരിക്കുന്നു, ഇനി RTO വരാൻ പോകുന്നു, അപ്പുറത്ത് എഞ്ചിനീയർ വന്ന്, ഇറിഗേഷന്റെ എഞ്ചിനീയർ വന്നിരിക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു. സുബ്ഹാനല്ലാഹ്, കുരുകുലം തന്നെ. ഞാനെന്ത് ചെയ്തു? ഞാൻ ഉള്ളാൾ തങ്ങളെ വിളിച്ചു. തങ്ങളെ വിളിച്ചിട്ട് ഞാനിവിടെ ഒരു പ്രശ്നമുണ്ട്, തങ്ങൾ വന്ന് തറക്കല്ലിട്ട സ്ഥലമാണ്. ആ പ്രശ്നത്തിന് ഒരു വിഷമവും നമ്മുടെ സ്ഥാപനത്തിനില്ലാതെ രക്ഷപ്പെടുത്തി തരാൻ തങ്ങൾ പറയണം. എന്നോട് ചോദിച്ചാൽ ആരോടാ പറഞ്ഞത്? ഞാൻ അള്ളാനോട് തന്നെ. ആരോട് പറയാനാ? അള്ളാനോട് തന്നെ. എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു ഉപ്പാക്കൊണ്ട് ഒരു സയ്യിദിന്റെ പേര് പറഞ്ഞു തന്നു. ആ സയ്യിദിന്റെ പേരിൽ ഇപ്പോ ഒരു ഖത്തം ഖുർആൻ ഓതാൻ വേണ്ടി ഇപ്പൊ തുടങ്ങണം. ഇൻഷാ അല്ലാഹ് അത് തീരുമ്പോഴേക്ക് പ്രശ്നം തീർന്നോളൂ. ഞാനൊരു തങ്ങളുടെ വിളിച്ച് ദാറുദേ പഠിക്കുന്ന ഓതാൻ വേണ്ടി ഏൽപ്പിച്ച് അങ്ങനെ ഓതി. അൽഹംദുലില്ലാഹ് ഭംഗിയായിട്ട് വിഷയം കഴിഞ്ഞു. ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ഒരു തർക്കമില്ല. മുസ്ലിമേക്കൂല അമുസ്ലിമേക്കൂല, നല്ല സൗഹാർദ്ദത്തിൽ സന്തോഷത്തിൽ അതങ്ങോട്ട് കഴിച്ചു. അങ്ങനെ സങ്കടം പറയാൻ പറ്റുന്ന ഒരു വ്യക്തി തങ്ങളെ പോലെ വേറെ ആരാ ഉള്ളത്? മഹാനവരുകൾ ഇവിടെ വന്നിട്ട് കീർ ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്നിട്ട് പറഞ്ഞു, കീർ ഉസ്താദ് പറയുമ്പോൾ അറിഞ്ഞാൽ നിങ്ങൾ എന്താ പറഞ്ഞതിന്റെ അർത്ഥം അറിയോ? ബഹുമാനപ്പെട്ട ഉള്ളാളെങ്കിൽ സമസ്തന്റെ ഇപ്പൊ പ്രസിഡന്റ് മുമ്പ് വൈസ് പ്രസിഡന്റാണ്, അത് പറയുന്ന കാലത്ത് വൈസ് പ്രസിഡന്റാണ്. അപ്പോ കീർ ഉസ്താദും ഏതുപോലെ ഉള്ളാളങ്ങളും തമ്മിൽ ഈ മൈക്ക് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ചെറിയ തർക്കങ്ങളുണ്ട്. പക്ഷേ അവിടെ വിവേചനമൊന്നുമില്ല. കീർ ഉസ്താദ് വലിയ മഹാനാണ്. അത് നിങ്ങളുടെ നാട്ടുകാരായ നമ്മളെ അറിയിക്കൽ തങ്ങളുടെ ബാധ്യതയാണ്. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ശബരിമല നടന്നാൽ മതി. യൂനുസ്താൻ എന്താ പറഞ്ഞത്? പുത്തമ്പള്ളിയിൽ റമദാനിലല്ലാതെ നടത്താൻ പാടില്ല. ആ പറഞ്ഞത് ഈ പ്രദേശത്തുള്ള മോമിനിയങ്ങൾ, യൂനുസ്താദിനെ ബഹുമാനിക്കുന്ന മോമിനിയങ്ങൾ, അത് ഖിയാമത്ത് നാൾ വരെ പുലർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പുത്തമ്പള്ളിയിൽ റമദാനിലല്ലാതെ നടത്തരുത്, റമദാനിൽ മാത്രം അനുവദിച്ചു. അതങ്ങനെ തന്നെ നടപ്പാക്കണം. നാദാപുരത്തുള്ള ജനങ്ങൾ ഉസ്താദിന്റെ ആണ്ട് കഴിച്ചിട്ട് പിരിവെടുക്കൽ മാത്രമല്ലല്ലോ നമ്മുടെ ഡ്യൂട്ടി. ഉസ്താദ് അങ്ങനെ പിരിവെടുക്കാനൊന്നും ആഗ്രഹിക്കുന്ന ആളെയല്ല. മൂപ്പര പേരിൽ പൈസ ആരോടും വാങ്ങുന്നത് മൂപ്പര് ജീവിതത്തിൽ ഇഷ്ടപ്പെടുകയില്ല. ഞാൻ അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരെ മനസ്സിലാക്കിയത്. അപ്പൊ ഉസ്താദിന്റെ നിർദ്ദേശം സ്വീകരിച്ച് ജീവിക്കണം.
പുത്തമ്പള്ളിയിൽ റമദാനിലല്ലാതെ ജുമ നടത്താൻ ബഹുമാനപ്പെട്ടവർ അനുവദിച്ചിട്ടില്ല. ഇത് ഒരു ഹഖ. നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിച്ചു. പക്ഷേ റമദാനിൽ ജുമ നടത്തി പെരുന്നാളോടെ തീർന്നു. ചൊവ്വാലിന് ജുമയില്ല. ഇവിടെ ഉള്ള ആളെങ്ങൾ വന്നത് കോംപ്ലക്സിൽ തറക്കല്ലിട്ടപ്പോ വീണ്ടും ദുൽഖഅദിൽ ഒരു ജുമ. പുത്തമ്പള്ളിയിൽ ജുമ ഉണ്ടായിട്ട് എന്താ ആയത് എന്ന് നിങ്ങൾ നോക്കണം. നമ്മുടെ മഹാന്മാരായ മുൻഗാമികളാൽ നിർമ്മിക്കപ്പെട്ട നാദാവൃത്ത വലിയ ജുമാഅത്ത് റളിയല്ലാഹു അതിന്റെ ഇസ്സത്ത് നിലനിർത്തുമാറാകട്ടെ. അതിന്റെ കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളിലെ പൂർവീകരായി ഈ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും പള്ളിക്ക് സ്ഥലം കൊടുക്കുകയും പള്ളി നിർമ്മിക്കുന്നതിന് സഹായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പൂർവീകരായ ഉന്നത തറവാട്ടുകാരായ ആളുകൾ ഉണ്ട്. മുമ്പ് കഴിഞ്ഞുപോയവർ. അവർ മൈതാനി ഒപ്പ് ചെയ്യുകയും അവർക്ക് മാത്രം ചില മൈതാനിയുടെ ഭാഗം അവർക്ക് മാത്രം അവരോട് ബാക്കി വെക്കുകയാണ്. അവരാണ് അവർ ബാക്കി വെക്കുകയും ഒഴിച്ചു വെക്കുകയൊക്കെ ചെയ്തിട്ട് ഇവിടെ പ്രവർത്തിച്ച മുൻഗാമികളായ കുറെ തറവാട്ട് കാരണവന്മാരുണ്ടല്ലോ. അവരുടെ കബറിന്റെ സന്തോഷത്തിലാണ് നമ്മളാരും. അവരൊക്കെ മരിച്ചതിന് ശേഷം അവർ പലിശക്കാരനായിരുന്നു എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്താണെന്ന് നമ്മളില്ല. ആ മഹാന്മാരായ മുൻഗാമികളായ ഈ നാട്ടിലെ മുസ്ലിം തറവാട്ടുകാരായ പ്രഗത്ഭരായ നമ്മുടെ മുൻഗാമി, ആ മുൻഗാമികളുടെ പിൻതലമുറയിലുള്ള നല്ല ഈ പ്രദേശത്ത് എന്തിനും കൊള്ളാവുന്ന അവരുടെ പിൻതലമുറയിലുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയാണ് നാദാപുരം ജുമാഅത്ത് പള്ളിക്കുള്ളത്. ആ നാദാപുരം ജുമാഅത്ത് പള്ളിയുടെ കമ്മിറ്റി അംഗങ്ങളൊക്കെ വലിയ മാന്യന്മാരാണ്. എനിക്ക് നന്നായി അറിയാം. ദീനീ പ്രവർത്തനങ്ങൾക്ക് നമ്മളോടൊക്കെ ധാരാളം സഹകരിക്കുന്നവരാണ്. അല്ലാഹു അവർക്ക് നല്ല കാര്യത്തിന് തൗഫീഖ് ചെയ്യട്ടെ. ആ കമ്മിറ്റി അംഗങ്ങളോ കമ്മിറ്റിയോ ഒന്നും അറിയാതെ നാദാപുരം മഹല്ലിലെ പ്രദേശത്തുള്ള മുസ്ലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടിയൊരു ജനറൽ ബോഡി വിളിച്ച് തീരുമാനിക്കാതെ പോകട്ടെ, നാദാപുരം ജുമാഅത്ത് പള്ളിയുടെ നിലവിലുള്ള കമ്മിറ്റി യോഗം ചേർന്ന് ആ കമ്മിറ്റിയിൽ ഒരു ചർച്ച ചെയ്ത് ഇവൻ ഉസ്താദ് വഫാത്തായി പോയി, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും വലിയ ആലിമീങ്ങളോട് ചോദിച്ചിട്ട് നമുക്ക് പുത്തമ്പള്ളിയിൽ ജുമാ തുടങ്ങാമോ എന്ന് അന്വേഷിച്ചിട്ട് ചെയ്യാം എന്ന് ആ കമ്മിറ്റി അംഗങ്ങൾ തീരുമാനിക്കുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ കമ്മിറ്റി അംഗങ്ങളുടെ യോഗത്തിൽ പോലും അങ്ങനെ ഒരു വിഷയം ആരും അറിയാതെ പറയാതെ നാദാപുരം പള്ളി കമ്മിറ്റി അറിയാതെ, എന്റെ മാന്യ മുസ്ലിമികൾ മനസ്സിലാക്കണം, ഇത് ഞാൻ വെറുതെ പറയുകയല്ല. ഞാൻ ഇവിടുത്തെ പള്ളി കമ്മിറ്റിയുടെ ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് ഇവിടെ ജുമാ തുടങ്ങുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ വ്യക്തിയും ഇവിടെ ജുമാ തുടങ്ങരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അവരെന്നോട് പറയുന്നു ഞങ്ങൾ അറിയില്ല, പുത്തമ്പള്ളിയിലെ ജുമാ ഞങ്ങൾ അറിയില്ല, വിട്ട് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയും, ജുമാ തുടങ്ങിയിട്ടാണ് ഞങ്ങൾ വിവരം അറിയുന്നത്. എന്നിട്ടോ ഒരു മാന്യ വ്യക്തി എന്നോട് പറഞ്ഞു, നല്ല മനുഷ്യനാണ്, ഞാനന്ന് ഹജ്ജിന് പോയ സമയത്താണ്, ഞാൻ വിവരം തന്നെ അറിയില്ല, മടങ്ങിയോ നോക്കുന്നത് ജുമാ പള്ളി കമ്മിറ്റിയിലുള്ള ആളാണ്. അങ്ങനെ ഒരു ജുമാ പുത്തമ്പള്ളിയിൽ സ്ഥാപിച്ചുവിട്ടല്ല പ്രശ്നം. പുത്തമ്പള്ളിയിൽ ഈ ജുമാ എന്ന പേരിൽ പരിപാടി സ്ഥാപിച്ചപ്പോ ഇവന് ഉസ്താദിന്റെ സമ്മതമില്ല, ഉള്ളാളങ്ങളെപ്പോലുള്ളൊരു പ്രഗത്ഭനായ ആലിമിന്റെ നേതൃത്വമില്ല. പുത്തമ്പള്ളിയിൽ ഒരു ജുമാ ഒരു ദിവസം നേരം പുറത്തപ്പോ ജുമാ. ഈ ജുമാ സ്ഥാപിച്ചപ്പോ നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ എന്റെ കുട്ടിക്കാലം മുതലേ ഉസ്താദിന്റെ കൂടെ ദർസ് നടത്തുന്നതായി ഞാൻ കണ്ടുവന്നൊരു പണ്ഡിതനുണ്ട് ഇവിടെ. അദ്ദേഹത്തിന്റെ പേര് ഹമീദ് മുസ്ലിയാർ. ഹമീദ് മുസ്ലിയാർ നാദാപുരം ജുമാഅത്ത് പള്ളിയിലെ മുദരിസ്, ഉസ്താദിന്റെ കാലത്തുള്ള മുദരിസ്, പുതിയതല്ല. ആ ഉസ്താദ് മുദരിസായി അംഗീകരിച്ച മുദരിസ് ഹമീദ് മുസ്ലിയാർ പറയുന്നു, വലിയ ജുമാഅത്ത് പള്ളിയിലെ